വൈശാഖമാഹാത്മ്യം കിളിപ്പാട്ട് തൃതീയ അധ്യായം. ദീനനാം ഭൂദേവനു പര്യങ്കദാനം ചെയ്താൽ ആനന്ദം വരും അവനഖില പാപം നീങ്ങി. സുഖിതൻ യോഗിമാർക്കും സുദൃഢം ലഭിയാതൊരഖണ്ഡ പദവിയെ സിദ്ധിക്കും അവനടോ. കൊടുതായിടും വെയിൽ കൊണ്ടുള്ള ദീനം കൊണ്ടും നടന്ന താപം കൊണ്ടും തളർന്ന ഭൂദേവനെ ദുഃഖങ്ങളെല്ലാം തീർത്തു പര്യങ്കേ ചേർത്താലവൻ ദുഃഖമജ്ജരാജന്മ മൃത്യുക്കൾ മറഞ്ഞു പോം. മാധവമാസം തന്നിലീ വണ്ണം ചെയ്തിടുക മാധവപ്രിയൻ ദ്വിജനെന്നുള്ളിൽ ഭക്തി പൂണ്ടു. ജ്ഞാനിയാകിലും പുനരജ്ഞാനിയെന്നാകിലും ഊനമാം ജന്മപാപം. കർപ്പൂരമിവാഗ്നിനാ സ്പർശനം ശയനവും കൂടവേ എന്നാകിലോ. വംശശുദ്ധിയും വരുമില്ല സംശയമേതും കേശവപ്രിയകുലജാതനാം ഭൂദേവനു വൈശാഖമാസം തന്നിൽ കിടക്ക കൊടുത്താകിൽ. തൽക്കുലജനത്തോടും സർവഭോഗങ്ങളോടും മുഖ്യനായി ചിരകാലം ജ്ഞാനിയായിരുന്നവൻ മരിച്ചാലവൻ പിന്നെ ധാർമ്മികനായി തന്നെ ജനിച്ചിടുന്നു ശതപുരുഷജന്മം സഖേ. സകല ഭോഗങ്ങളും അന്നു ലഭിച്ചവൻ സകല പാപങ്ങളും അന്നു കളഞ്ഞുടൻ. നിർമ്മലാത്മാവായവൻ അന്ത്യമാം ജന്മത്തിങ്കൽ ബ്രഹ്മസായൂജ്യം തന്നെ സിദ്ധിക്കുമറിഞ്ഞാലും. ശ്രോത്രിയനുപധാന ദാനത്താൽ സപ്തജന്മം പൃഥ്വീപാലനായി സാർവഭൗമത്വം സിദ്ധിച്ചുടൻ. ജന്മങ്ങൾ തോറും സർവഭോഗങ്ങൾ ഭുജിച്ചവൻ ജന്മനിര്യാണം ലഭിച്ചിടുന്നു ജന്മാന്തരേ. ശില്പമാം പുൽപ്പായ വിപ്രന്മാർക്കു ദാനം ചെയ്താൽ അല്പമല്ലവനുടെ സൽഫലം നിരൂപിച്ചാൻ. കെൽപ്പേറും ജലം തന്നിൽ ചൂർണങ്ങളകപ്പെട്ടാൽ പിൽപ്പാട് നിൽക്കുമാറില്ലെന്നതുപോലെ തന്നെ. സംസാര ദുഃഖങ്ങളും അവങ്കൽ നിന്നീടാതെ കംസാരിയുടെ പാതേ ലയിക്കും ദാതാവിടൂ. മാധവമാസേ നല്ല കമ്പളദാനം ചെയ്താൽ മാധവപ്രസാദത്താൽ സിദ്ധിക്കും ഫലം കേൾനീ. അപമൃത്യുവും കാലമൃത്യുവും നീങ്ങിപ്പിന്നെ അഭയം ബഹുകാലം ജീവിച്ചിടുന്നു പുമാൻ. വസ്ത്രദാനം കൊണ്ടല്ലോ പൂർണ്ണായുസ്സറിഞ്ഞാലും ചിത്രമോർക്കിടോ ഗതി സിദ്ധിക്കും തൽഫലത്താൽ. യാതൊരു പുമാൻ പിന്നെ കർപ്പൂരം ദാനം ചെയ്താൽ ചേതസി സുഖം ഭൂയോ മോക്ഷവും സിദ്ധിച്ചിടും. സാർവഭൗമനായിടും കുങ്കുമദാനം കൊണ്ടു സർവലോകവും വശമായി വരും അവനടോ. പുത്രപൗത്രാദി ഭോഗമെന്നിവ ഭുജിച്ചവൻ പൃഥ്വീപാലകമോക്ഷം സിദ്ധിക്കുമെന്നു നൂനം. ചന്ദനദാനം താപത്രയത്തെ ഹരിച്ചിടും പിന്നെ മോക്ഷവും വരുമറിക മഹാത്മാവേ. ചെമ്പകോശീരഗന്ധശീതളം ചേർത്ത ജലമമ്പോടു ദാനം ചെയ്താൽ ദേവകൾ സഹായവാൻ ദുഃഖഹാനിയും പാപഹാനിയും സിദ്ധിച്ചിടും മുഖ്യ വൈശാഖമാസേ ചെയ്താലെന്നറിക നീ. മൃഗനാഭിയും ഗോരോചനവും ദാനം ചെയ്താൽ വിഗതഖേദം വരാനിര്യാണം ഭവിച്ചിടും. പൂഗികാജാതിഞ്ചാരുയവന്തി ദാനം ചെയ്താൽ നാഗലോകാനാം സാർവഭൗമത്വം സിദ്ധിച്ചിടും. കേതകി മല്ലികാദി എന്നിവ ദാനം ചെയ്താൽ ഖേദങ്ങളകന്നു വാണിടാമെന്നറിഞ്ഞാലും. സുഗന്ധമുള്ളതെല്ലാം കൊടുത്താൽ അവനുള്ളിൽ സുഖമാർന്നിരുന്നിടാമില്ല സംശയമേതും. നാളികേരത്തിൻ ഫലം മാധവേ ദാനം ചെയ്താൽ കേളടോ മഹാത്മാവേ തൽഫലം ചൊല്ലിയിടുവൻ. സപ്തജന്മങ്ങൾ വിദ്യാപാരകനായി ധനയുക്തനായി പിറന്നവൻ വിഷ്ണു സായൂജ്യം പിന്നെ. ഭക്ത്യൈവ വിപ്രാലേ മണ്ഡപം നിർമ്മിച്ചാകിൽ ശക്തനല്ലഹമതിൻ പുണ്യവൈഭവം ചൊൽവാൻ. നിർമ്മലമായ മണൽ നിഴലിൽ ഇരിപ്പാനായി നിർമ്മിച്ചാലവൻ ലോകാധിപനായി ഭവിച്ചിടും.
ഏഴു സന്തതിയല്ലോ മാനുഷോത്തമാമിവയേഴും ചൊല്ലുവൻ നൃപ കേട്ടാലും തെളിഞ്ഞു നീ. മാർഗേ മണ്ഡപം കുളം കൂപം ഉദ്യാനം നല്ല സൽഗൃഹകരണവും നന്ദനം തണ്ണീർപ്പന്തൽ. നൂനമിസന്താനത്തിലൊന്നുമില്ലെന്നാകിലോ മാനുഷനൂർദ്ധപ്രാപ്തിയില്ലെന്നു തീർത്തു ചൊല്ലാം. ഇനിയുമൊരു വിധമേഴു സന്തതി മാർഗം മനുജാധിപ കേട്ടു മനസീധരിക്ക നീ. സച്ഛാസ്ത്ര ശ്രവണവും തീർത്ഥയാത്രയും പിന്നെ സജ്ജനസംഘം ജലദാനവുമന്നദാനം. അശ്വത്ഥജാലം മാർഗേ നിർമ്മിക്കയതും പിന്നെ വിശ്രുത കീർത്തി കേൾക്ക നല്ല പുത്രോൽപാദനം. ഇച്ചൊന്ന പുണ്യോൽക്കരമൊന്നുമേ ചെയ്യാതൊരു കശ്മലനായ നരൻ ജന്തുക്കൾക്കൊക്കുമോർത്താൽ എന്നതുകൊണ്ടു വിശപ്പുഷ്ണദാഹാദി ദുഃഖമൊന്നുമേ ജനങ്ങൾക്കു വന്നുകൂടാതെ വണ്ണം ശ്രമിക്കുന്നവനുടെ പുണ്യവൈഭവം ചൊൽവാൻ ഭൂമിക്കും നാവുപോരാ ഞനന്തനാരദം. പശു പന്നക മൃഗ പശുമക്ഷികയാതോ വൃക്ഷാദിജന്തുക്കൾക്കിലൂർധ്വലോകാപ്തി സൗഖ്യം. പുണ്യവർദ്ധനകര സന്താനമിവയെല്ലാം പണ്ഡിത ശ്രേഷ്ഠൻ നരന്മാർക്കൊഴിഞ്ഞെഴുതാമോ. സാമോദം പൂഗീഫലകർപ്പൂരചൂർണത്തോടും താമ്പൂലം ദാനം ചെയ്താൽ പാപങ്ങളെല്ലാം നീങ്ങി കീർത്തിയും ധനം ധൈര്യം വർദ്ധിക്കും അവനടോ. പൃഥ്വിപാ രോഗഹരം സ്വർഗപ്രാപ്തിയും പിന്നെ മാധവേതക്രദാനം പാപനാശനം പിന്നെ ഭൂതലേ വിദ്യാധനയുക്തനായി ജനിച്ചിടും. ശുണ്ഠിജംബീര രസയുക്തമാം തക്രദാനമിണ്ടൽ തീർന്നാശുമോക്ഷം സിദ്ധിപ്പിച്ചിടുമല്ലോ. ദധിദാനത്തിൽ ഫലമധികമന്നേ വേണ്ടു മധുസൂദന പ്രിയമാസത്തിലറിയിനി. അധികം വെളുത്തോരു തണ്ടുലം ദാനം ചെയ്താൽ അധികമായുസുണ്ടാം അവനെന്നറിക നീ. അശ്വമേധത്തിനൊക്കും നെയ്ദാനം ചെയ്യുന്നവൻ വിശ്വനായക പാർശ്വേ സുഖിച്ചു വസിച്ചിടും. വെള്ളരി ഫലഖണ്ഡം ഗുളവും ചേർത്തു നന്നായി തള്ളി വന്നിടും ദാഹം കെടുപ്പാൻ കൊടുത്താകിൽ. ഉള്ള പാപങ്ങളറ്റു ചൊല്ലുള്ള ശ്വേതദ്വീപേ ഉള്ളിലുള്ളഴൽ തീർന്നു സുഖിച്ചു കൊള്ളാം ചിരം. ആനന്ദകരമിക്ഷുദാനം ചെയ്തിടുന്നാകിൽ പാനകദാനം ചെയ്താൽ സർവപാപവും നീങ്ങും. മാധവസ്വാമിയുടെ പാദപങ്കജം ചേരും മാധവമാസേ ഫലം പക്ഷപാതകം വിനാദീനരാം വിപ്രന്മാർക്കു ദാനം ചെയ്തിടുന്നാകിൽ നൂനം തൽപിതൃക്കൾക്കു പീയൂഷദാനമാകും. പുണ്യവാൻ മേഷമാസേ കൃഷ്ണ അമാവാസി ദിനേ പൂർണ്ണപാനകുംഭം കൈക്കൊണ്ടു ഭക്തിയോടെ നിർണയം പിതൃക്കൾക്കെന്നുറച്ചു വിപ്രന്മാർക്കു പണ്ഡിതോത്തമദാനം ദണ്ഡമെന്നീ ചെയ്താൽ 90 പരമാറു ശ്രാദ്ധമൂട്ടിയാലുള്ള പുണ്യങ്ങൾ സിദ്ധിച്ചിടും അപ്പുമാനടോ സഖേ. വൈശാഖമാഹാത്മ്യത്തിലധ്യായം 3 ചൊന്നീൻ കേശവപ്രസാദത്താലിനിയും ചൊല്ലാം കേൾനീ. ഇതി വൈശാഖമാഹാത്മ്യേ 3ാധ്യായം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.